ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുള്ള ചെറിയ വലിപ്പത്തിലുള്ള റൈസാണിത്. അപ്പോൾ ഇതുകൊണ്ട് നെയ്ച്ചോറ് റെഡിയാക്കി എടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാത്രത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബൗളിന് 2 ബൗൾ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര അളവെടുക്കുന്നോ അതിനനുസരിച്ച് നമുക്കതിലേക്ക് വെള്ളം ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 6 ബൗളിന് 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരി നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 4-5 പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കുക. നല്ലതാണ് കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ നെയ്ച്ചോറ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് കൃത്യമായിട്ട് തന്നെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ടൈം നെയ്ച്ചോറൊന്ന് തണുത്തൊക്കെ വരുന്ന സമയത്തൊന്നും ഹാർഡായി പോവില്ല. ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ടൈമൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ അത് റെഡിയാക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 kg ആണ് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ അത് നല്ലൊരു ഫ്ലേവർ വരും. ഇനിയിപ്പോൾ അതിലേക്ക് 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഉള്ളി ഞാനിപ്പോൾ ഈ പാനിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം 2 ഉള്ളി നമുക്ക് ഫ്രൈ ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2 ഉള്ളി ചെറിയതാക്കിയിട്ട് കട്ടാക്കിയതാണ്, അതിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ആക്കിയെടുക്കാനുള്ള ഉള്ളി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഈ 6 kg ഒക്കെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഇനിയിപ്പോൾ 6 kgയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 10-12ഓളം ഗ്രാമ്പു, അതുപോലെ തന്നെ 10-12ഓളം ഏലക്ക, ഒരു 4 വലിയ പീസ് പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്. ഇനി ആ സെയിം അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്ന അത്രയും അളവിലിട്ടാ 1 ക്യാരറ്റ് ഉണ്ടായിരുന്നു. അത് തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയതാക്കിയിട്ട് കട്ടാക്കിയതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാരറ്റ് വേവാനൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബൗളിലല്ലേ അരി അളന്നെടുത്തത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് അരി എടുത്തതുകൊണ്ട് ഞാനിപ്പോൾ 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളം, ചൂടുള്ള വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാവും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിന് നന്നായിട്ട് ഞാൻ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ചൊന്ന് മുന്തിയിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴാണ് നെയ്ച്ചോറ് റെഡിയായി വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഞാനില്ലേ കുറച്ചുകൂടെ 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്ക് നെയ്ച്ചോറ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അരിയിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അരിപ്പ വെച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം പോവാനാണ് അരിപ്പയിൽ അരി എടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ വെള്ളത്തോട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കടക്കൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ ഓവർ വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ ചോറ്. അപ്പോൾ അതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ.
അപ്പോൾ അതവിടെ വേവുന്ന സമയം കൂടെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പാനിലേക്ക്. ഞാൻ അത് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂസ് ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കളറ് മാറി വന്നത് നമുക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റുകയാണ്. ഇനി അതിലേക്ക് തന്നെ കുറച്ച് റൈസിൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ സൈസിലുള്ളൊരു മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ കളറാവുന്ന സമയത്ത് അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനിയിപ്പോൾ ആ സെയിം എണ്ണയിലേക്ക് തന്നെ എടുത്ത് വിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, 2 വലിയ ഉള്ളിയായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുവിടെ കളർ ഇവിടെ ചേഞ്ചൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കറക്റ്റായിട്ടുള്ള പരുവം. ഈ ഒരു കളർ ആവുന്ന സമയത്ത് വേണം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ആക്കിയിട്ടുള്ള കാഷ്യൂ നട്ട്സ് റൈസിൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ചോറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് ദമ്മക്കിടുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇടയിലൊക്കെ ഒന്ന് ചോറൊന്ന് ഓപ്പൺ ആക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ഇനിയും അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. ഇനിയും ഇത് അടച്ച് വെച്ചെടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്ന ആ സമയം കൊണ്ട് തന്നെ അരി നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും കേട്ടോ. കറക്റ്റായിട്ടുള്ള വെള്ളമല്ല നമ്മൾ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതാ ഒന്നുകൂടെ ഒന്ന് തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഫ്രൈ ഐറ്റംസൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കി വെച്ചതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് നിരത്തി കൊടുക്കട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കല്യാണ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് നെയ്ച്ചോറ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അത് മൊത്തമായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ടില്ല, ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെയിറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് കുറച്ച് ടൈം ഒന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വിളമ്പാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. അത് തുറക്കുന്ന സമയത്തായാലും നല്ലൊരു സ്മെല്ല് വരും. ഇനിയിപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ, കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറി വരുന്ന സമയത്ത് എല്ലാ റൈസുകളും ഓരോന്നായിട്ട് ഉണ്ടാവും കേട്ടോ. ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കിത് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് ചൂടോടുകൂടെ ആയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു നിൽക്കുന്നത്, കട്ടയായ പോലെ നിൽക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടും ഉണ്ടാവും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്ച്ചോറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങൾക്ക് ഇതായിരുന്നു കേട്ടോ, ഗീ റൈസും അതിൻ്റെ കൂടെ തന്നെ മട്ടൻ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ സേവ് ചെയ്യാമെന്ന്. ഈ ഒരു കറിയുടെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ആക്കാം. അതിൻ്റെ കൂടെ തന്നെ പപ്പടം ഉണ്ട്, പിന്നെ ഉള്ളിയും സുർക്കയൊക്കെ ഉണ്ടാക്കിയതുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിപ്പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗീ റൈസിൻ്റെ റെസിപ്പി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.